വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 1.5 ടീസ്പൂൺ മാത്രം എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുത്താലും ഒരുപാട് ഇഷ്ടമായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയുടെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 4 എണ്ണം അത്യാവശ്യം വലിപ്പമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പലഹാരം നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സോസ് പാൻ എടുക്കുക. ശർക്കരയെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ശർക്കര ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഒന്ന് പാനിയാക്കി എടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഞാനിവിടെ ഈ ചെറിയ ബൗളിൽ 2 പ്രാവശ്യമായിട്ടാണ് ശർക്കരപ്പൊടി ചേർത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പാനിയാക്കി എടുക്കണം. ശർക്കരപ്പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 7-8 ടേബിൾ സ്പൂൺ എങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് പഴമാണ്. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. 4 പഴമാണ് ഇതിലേക്ക് ആവശ്യം വേണ്ടത്. റോബസ്റ്റ പഴം തന്നെ ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതു പഴം വേണമെങ്കിലും ഈ ഒരു പലഹാരത്തിനായിട്ട് ചേർക്കാം. ഈ 4 പഴത്തിൻ്റെയും തൊലി നീക്കം ചെയ്തതിന് ശേഷം 2 എണ്ണത്തിനെ നമ്മൾ ഇതേപോലെ 4ആയിട്ട് കീറണം. 4ആയിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് 2 പഴം കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയുള്ള 2 പഴം വട്ടത്തിലും കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ 2 ബൗളിലായിട്ട് ഇതേപോലെ പഴമൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ 4ആയിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുള്ള പഴം ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. മറ്റേത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ടാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. അതിനെ നമ്മൾ അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കരടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നീക്കി കളയാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. ഇനി ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വീതം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള മൊത്തം വെള്ളത്തിൻ്റെ കണക്ക് 1.5 ഗ്ലാസ് ആണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ചിട്ട് വെള്ളം കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടേണ്ടത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഒരു 3 മിനിറ്റ് നമ്മളിവിടെ അടച്ചു വെക്കണം. അതിനുശേഷമാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു കുഴിയുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഴിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് ആ ഒരു ഷേപ്പിൽ കിട്ടാനായിട്ട് കുറച്ച് കുഴിയുള്ള പാത്രം തന്നെ എടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പച്ചട്ടി എടുക്കാം. അപ്പച്ചട്ടി ബെസ്റ്റാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് മാവിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്വീറ്റ്ന ഇല്ലേ, സ്വീറ്റ് പൊറോട്ട, ആ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. ഇപ്പം മാവ് ചേർത്ത് കൊടുത്തു. ഇതിനകത്തേക്ക് ഇനി വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പഴം അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് 7-8 പഴത്തിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. പഴമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. ഞാനിവിടെ വെള്ള എള്ളാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കറുത്ത എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എള്ള് ചേർക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എള്ള് മിസ്സാക്കണ്ട. കറുത്ത എള്ളുണ്ടെങ്കിൽ കറുത്ത എള്ള് മാത്രമെങ്കിലും ചേർത്ത് കൊടുക്കാം.
വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് നേരമൊന്നും ഇതിന് കുക്കിംഗ് ടൈം ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ഇത് കുക്കായി കിട്ടിയിട്ടുണ്ടോ എന്ന്. നമുക്ക് ഇത് തിരിച്ചിടാനായിട്ട് പറ്റുന്ന ഒരു പാകം എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് തിരിച്ചിടണം. ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് തുറന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിനൊക്കെ ഇപ്പോൾ ഗ്ലാസിൻ്റെ ലിഡാണല്ലോ, അപ്പോൾ അതിൽ ചെറിയൊരു ഹോള് കാണും. ആ ഹോളിൽ കൂടെ എയർ പോയി കഴിഞ്ഞാൽ ഇത് കുക്കായി കിട്ടത്തില്ല. അതിലേക്ക് ചെറിയൊരു ബട്ടർ പേപ്പർ വെല്ലം വെച്ചാൽ മതിയാകും. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ടതിനെ എടുത്തിട്ടുണ്ട്, കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യത്തെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ ഒരു മാവും കൂടെ ചേർത്ത് കൊടുത്ത് മുകളിൽ ഇതേപോലെ തന്നെ പഴവും ചേർത്ത് കൊടുത്ത് എള്ളും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. വീണ്ടും തിരിച്ചിടുക. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. ഞാനിവിടെ മൊത്തം 4 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അകമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാകും ഈ ഒരു സമയത്ത്. ഞാനിവിടെ 4 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. പെട്ടെന്ന് റെഡിയാക്കാനായിട്ടും പറ്റും. ഒരുപാട് സമയമൊന്നും ഇതിന് ആവശ്യമില്ല. ഇനി കുട്ടികൾക്ക് ഇത് തയ്യാറാക്കുമ്പോൾ ഓയിലിന് പകരമായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ചായയുടെ ഒപ്പം ചൂടോട് കൂടിയിട്ട് കഴിക്കുക. നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക. എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിലും കൂടെ അറിയിക്കുക. ഇനി ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പുതിയ 4 മണി പലഹാരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.